قالوا وأقبلوا عليهم ماذا تفقدون قالوا نفقد صواع الملك ولمن جاء به حمل بعير وأنا به زعيم قالوا تالله لقد علمتم ما جئنا لنفسد في الأرض وما كنا سارقين قالوا فما جزاؤه إن كنتم كاذبين قالوا جزاء من وجد في رحله فهو جزاؤه كذلك نجزي الظالمين فبدأ بأوعيتهم قبل وعاء أخيه ثم استخرجها من وعاء أخيه كذلك كدنا ليوسف ما كان ليأخذ أخاه في دين الملك إلا أن يشاء الله نرفع درجات من نشاء
وفوق كل ذي علم عليم. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സഹോദരങ്ങൾ ബിന്യാമീനിനെയും കൂട്ടി കൊട്ടാരത്തിൽ വന്നു. അനുജനെ കൊണ്ടുവന്നാൽ അവനുള്ള ഓഹരി കൂടി നൽകാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കുമുള്ള ധാന്യങ്ങൾ, മറ്റു ഭക്ഷണ വിഭവങ്ങൾ തയ്യാറാക്കിയതിന് ശേഷം ഫലമ്മ ജഹസഹും ബിജഹാസിഹിം. ജഹസ എന്ന് പറഞ്ഞാൽ ഒരുക്കുക. ജഹസ യുജഹിസു തജ്ഹീസൻ. ഫലമ്മ ജഹസഹും ബിജഹാസിഹിം, അവർ കൊണ്ടുവന്ന ഏതെല്ലാം പാത്രങ്ങളും മറ്റു സഞ്ചികളും മറ്റു ഭാണ്ഡങ്ങളുമാണോ ആ ഭാണ്ഡങ്ങളും വിഭവങ്ങൾ കെട്ടിവെക്കാനുള്ള കാര്യങ്ങളും തയ്യാറാക്കിയ സന്ദർഭത്തിൽ ജഅല സിഖായത ഫീ റഹ്ലി അഖീ. ജഅല സിഖായ, സിഖായ എന്ന് പറഞ്ഞാൽ ഇനാഉൻ യുസ്ഖാ ബിഹി വഖദ് യുകാലു ബിഹി. സിഖായ എന്ന് പറഞ്ഞാൽ ഒരു പാത്രമാണ്, കുടിക്കുവാൻ അത് ഉപയോഗിക്കുന്നു, അതേപോലെ തന്നെ അളക്കുവാനും ഉപയോഗിക്കുന്നു. ഈ സിഖായത്താകട്ടെ മലിക്കിൻ്റെ, രാജാവിൻ്റെ പ്രത്യേകമായ പാത്രമാണ്. അത് അളവിനു വേണ്ടിയും ഉപയോഗിച്ചിരുന്നു, അതേപോലെ തന്നെ വെള്ളം കുടിക്കാൻ വേണ്ടിയും ഉപയോഗിച്ചിരുന്ന പ്രത്യേകമായ പാത്രം ഇനാ. ആ ഇനാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു? ജഅല സിഖായത, ആ പാത്രത്തെ അദ്ദേഹം വെച്ചു ഫീ റഹ്ലി അഖീ, സഹോദരൻ്റെ കെട്ടിൽ, ഭാണ്ഡത്തിൽ. റഹ്ല് എന്ന് പറഞ്ഞാൽ ഭാണ്ഡം, കെട്ട്. അപ്പോൾ സഹോദരൻ്റെ ബിന്യാമീനിൻ്റെ കെട്ടിൽ ഈ പാത്രം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഒളിപ്പിച്ചു വെച്ചു. സുമ്മ, പിന്നീട് അസ്സന മുഅദ്ദിനുൻ, വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറഞ്ഞു. അസ്സന യുഅദ്ദിനു തഅദീനൻ, വിളിച്ചു പറയുക. മുഅദ്ദിൻ എന്ന് പറഞ്ഞാൽ വിളിച്ചു പറയുന്ന ആൾ. അതുകൊണ്ടാണ് ബാങ്ക് വിളിക്കുന്ന ആൾക്ക് മുഅദ്ദിൻ എന്ന് പറയുന്നത്, ബാങ്കിന് അദാൻ എന്ന് പറയുന്നത്. അദാൻ എന്ന് പറഞ്ഞാൽ വിളിച്ചു പറയുക എന്നാണ് അർത്ഥം. സുമ്മ അസ്സന മുഅദ്ദിനുൻ, വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറഞ്ഞു. അയ്യതുഹൽ ഈറു, ഓ യാത്രാ സംഘമേ, കച്ചവട സംഘമേ. അല്ലെങ്കിൽ അൽ ഈർ എന്ന് പറഞ്ഞാൽ മാ ജുലിബ അലൈഹി ത്വആമു മിൻ ഖവാഫിലിൽ ഇബിലി വൽ ബിഗാലി വൽ ഹമീർ വഖദ് തുത്ലഖു അലാ കുല്ലിൽ ഖവാഫിലി. ധാന്യവും ഭക്ഷണവും ശേഖരിക്കാൻ വേണ്ടി വന്ന ആ ഭക്ഷണത്തോടു കൂടിയ ഒട്ടകക്കൂട്ടങ്ങൾക്കോ കഴുതക്കൂട്ടങ്ങൾക്കോ മറ്റോ പറയുന്നതാണ് ഈർ എന്ന് പറഞ്ഞാൽ. ഒരു സംഘം ആളുകൾ അവരുടെ ഭക്ഷണവും യാത്രാ വിഭവങ്ങളുമെല്ലാം ഒട്ടകപ്പുറത്ത് കയറ്റിയാൽ ആ കാഫിലക്ക്, ആ ഒട്ടകക്കൂട്ടത്തിന്, ആ യാത്രാ സംഘത്തിന്, വിഭവങ്ങളോടുകൂടിയുള്ള ആ യാത്രാ സംഘത്തിന് പറയുന്ന പേരാണ് അൽ ഈർ. അതാണ് അയ്യത്തുഹൽ ഈറു എന്നവരെ വിളിച്ചത്. കാരണം അവർ സഹോദരങ്ങളെല്ലാം ഉണ്ട്. അവരുടെ ഹിമാർ, ഒന്നെങ്കിൽ കഴുത, അധിക തഫ്സീറുകളിലുമുള്ളത് അവരുടെ കൂടെ ഉണ്ടായിരുന്നത് കഴുതയായിരുന്നു, ഒട്ടകമല്ല. ഒട്ടകമാണെന്ന അഭിപ്രായമുണ്ട്. രണ്ടാണെങ്കിലും അയ്യത്തുഹൽ ഈർ, ഓ ഭക്ഷണവുമായി പോകാനൊരുങ്ങുന്ന, ധാന്യങ്ങളുമായി പോകാനൊരുങ്ങുന്ന യാത്രാ സംഘമേ, ഇന്നക്കും ലസാരിഖൂൻ, നിങ്ങൾ മോഷണം നടത്തിയിരിക്കുന്നു, നിങ്ങൾ മോഷ്ടാക്കളാകുന്നു. സറഖ എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുക. സറഖ യസ്രിഖു സറഖൻ വസരിഖതൻ, മോഷണം. സറഖ് എന്ന് പറഞ്ഞാൽ മോഷണം, സരിഖത്ത് എന്ന് പറഞ്ഞാൽ മോഷണം, സറഖ എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുക, സാരിഖ് എന്ന് പറഞ്ഞാൽ മോഷ്ടാവ്. അപ്പോൾ അയ്യത്തുഹൽ ഈർ, ഓ യാത്രാ സംഘമേ, ഇന്നക്കും ലസാരിഖൂൻ, നിങ്ങൾ മോഷ്ടാക്കളാകുന്നു. കാരണം സിഖായത്ത് കാണുന്നില്ല, നിങ്ങൾ ആരോ അതെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫലമ്മ ജഹസഹും ബിജഹാസിഹിം, അവരുടെ ധാന്യങ്ങളും കെട്ടുകളും ഭാണ്ഡങ്ങളുമൊക്കെ തയ്യാറാക്കിയപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജഅല സിഖായ, ഒന്നെങ്കിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഡയറക്റ്റ് തന്നെ ഈ പാത്രം സഹോദരൻ്റെ കെട്ടിൽ വെച്ചു. ജഅല സിഖായത, ആ സിഖായത്ത് അഥവാ മലിക്കിൻ്റെ സിഖായത്ത്, പാനപാത്രം, അളക്കുന്ന പാത്രം, ഫി റഹ്ലി അഖി, സഹോദരൻ്റെ കെട്ടിൽ വെച്ചു. എന്നിട്ട് സുമ്മ അദ്ദന മുഅദ്ദിനുൻ,
യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നുകിൽ ഏർപ്പാടാക്കിയതനുസരിച്ച് അല്ലെങ്കിൽ സ്വാഭാവികമായും അത് കാണാതായപ്പോൾ അവിടെ അപ്പോൾ ഉണ്ടായിരുന്നത് ഇവർ മാത്രമാണ് എന്നുള്ള നിലക്ക് വിളിച്ചു പറയുന്ന ആൾ വിളിച്ചു പറഞ്ഞു. സുമ്മ അദ്ദന മുഅദ്ദിനുൻ, വിളിച്ചു പറയുന്ന ആൾ വിളിച്ചു പറഞ്ഞു, അയ്യത്തുഹൽ ഈറു, ഓ യാത്രാ സംഘമേ, വിഭവങ്ങളുമായി പോകുന്ന വിഭാഗമേ, ഇന്നകും ലസാരിഖൂൻ, നിങ്ങൾ മോഷ്ടാക്കളാകുന്നു. ഖാലു, അപ്പോൾ അവർ പറഞ്ഞു, മാത്രമല്ല വ അഖ്ബലു അലൈഹിം, ഈ വിളിച്ചു പറഞ്ഞു വന്ന ആളുടെ കൂടെ കൊട്ടാരത്തിലുള്ള മറ്റുള്ള ആളുകളും ഉണ്ടായിരുന്നു. അവരുടെ നേരെ ഇവർ തിരിഞ്ഞു. അഖ്ബല യുഖ്ബിലു ഇഖ്ബാലൻ, അഖ്ബല എന്ന് പറഞ്ഞാൽ തിരിഞ്ഞ് ഫേസ് ടു ഫേസ് നിൽക്കുന്നതിനാണ് അഖ്ബല എന്ന് പറയുന്നത്. അപ്പോൾ യാത്രാസംഘം തിരിച്ചു പോവാണ്. തിരിച്ചു പോകുമ്പോൾ പിറകുന്നാണ് വിളിക്കുന്നത്, പിറകിൽ നിന്നാണ് വിളിക്കുന്നത്. അയ്യത്തുഹൽ ഈർ ഇന്നക്കും ലസാരിഖൂൻ, നിങ്ങൾ മോഷ്ടാക്കളാണ് എന്ന് പിറകുന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ തിരിഞ്ഞു. ഖാലു വ അഖ്ബലു അലൈഹിം, അവർ ഒന്നടങ്കം തിരിഞ്ഞ് ആരാണോ വിളിച്ചു പറഞ്ഞത് അവരുടെ നേരെ തിരിഞ്ഞു. എന്നിട്ട് ചോദിച്ചു, മാദാ തഫ്ഖിദൂൻ, എന്താണ് നഷ്ടപ്പെട്ടത്? ഫഖദ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുക, ഫഖദ നഷ്ടപ്പെടുക, ഫഖദ യഫ്ഖിദു ഫഖ്ദൻ വഫിഖ്ദാനൻ വഫുഖ്ദാന, നഷ്ടപ്പെടുക, നഷ്ടം സംഭവിക്കൽ. ഫഖദ യഫ്ഖിദു, അവർ ചോദിക്കുകയാണ് മാദാ തഫ്ഖിദൂൻ, എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്? അപ്പോൾ അവർ തിരിഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഖാലു, അവർ പറഞ്ഞു, ചോദിച്ചു. വ അഖ്ബലു അലൈഹിം, അവരുടെ നേരെ തിരിയുകയും ചെയ്തു. എന്നിട്ട് ചോദിച്ചു, മാദാ തഫ്ഖിദൂൻ, എന്താണ് നഷ്ടപ്പെട്ടത്? അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി റഹിമഹുല്ലാ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞു, ഖാലു ഐ ഇഖ്വത്തു യൂസുഫ്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരങ്ങൾ പറഞ്ഞു. വ അഖ്ബലു അലൈഹിം, ഇവർ അവരെ ഫേസ് ചെയ്തുകൊണ്ടാണ് ചോദിക്കുന്നത്. മാദാ തഫ്ഖിദൂൻ, എന്താണ് നഷ്ടപ്പെട്ടത്? അവിടെ അദ്ദേഹം പറയുന്ന പോയിന്റ്, അവർ അങ്ങനെ തിരിയാനുള്ള കാരണം ലി ഇബ്ആദി തുഹ്മ, ഞങ്ങൾ ആരോപണ വിധേയരല്ല, ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കൃത്യമായും സ്ഥാപിക്കാൻ വേണ്ടിയാണ്. കാരണം എന്താണ്? ഫഇന്ന സാരിഖ ലൈസ ലഹു ഹമ്മുൻ ഇല്ലൽ ബുഅദു വൽ ഇൻതിലാഖു അൻ മൻ സറഖ മിൻ, കാരണം കൃത്യമായി മോഷണം നടത്തിയ ആളാണെങ്കിൽ ഫേസ് കൊടുക്കൂല. കളവ് പറയുന്ന ഒരാൾ അല്ലെങ്കിൽ മോഷണം നടത്തിയ ഒരാൾ പൊതുവെ മുഖത്തേക്ക് നോക്കാതിരിക്കും. അതിൻ്റെ ഒരു രൂപമാണത്. പൊതുവെ കളവ് പറയുന്ന ആളുകൾ, അതല്ലെങ്കിൽ മോഷണം നടത്തിയ അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്ത ആളുകൾക്ക് ഫേസ് ചെയ്യാൻ മടിയായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ യഥാർത്ഥത്തിൽ മോഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ, അതവരുടെ പ്ലാൻ ആണെങ്കിൽ അവർ ഒരിക്കലും തിരിഞ്ഞു നിൽക്കൂല. എന്നാൽ അവർ തിരിഞ്ഞു നിന്ന് ചോദിക്കാൻ തന്നെ കാരണം അവരങ്ങനെ ചെയ്തിട്ടില്ല എന്ന് 100% അവർക്ക് ഉറപ്പുള്ളത് കൊണ്ടും അത് സ്ഥാപിക്കാനും വേണ്ടിയാണ് അവർ തിരിഞ്ഞു നിന്ന് ചോദിച്ചു. മാത്രമല്ല അവർ പറഞ്ഞ വാക്ക് ഇപ്രകാരമാണ്, മാദാ തഫ്ഖിദൂൻ, എന്താണ് നഷ്ടപ്പെട്ടത് എന്നാണ് ചോദിച്ചത്. നേരെ മറിച്ച് മല്ലദീ സറഖന, ഞങ്ങളെന്താണ് മോഷ്ടിച്ചത് എന്ന് ചോദിച്ചില്ല, ഞങ്ങളെന്താണ് മോഷ്ടിച്ചത് എന്ന് ചോദിച്ചില്ല. മറിച്ച് അതിന് പകരം അവർക്കതിനെക്കുറിച്ചൊരു അറിവേ ഇല്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവർ ആ നിലക്ക് ചോദിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ എന്താണ് നഷ്ടപ്പെട്ടത്, എന്താണ് നഷ്ടപ്പെട്ടത്? മാദാ തഫ്ഖിദൂൻ എന്ന് ചോദിക്കുകയുണ്ടായി. ഖാലു, അപ്പോൾ ഈ വിളിച്ചു പറഞ്ഞ ആളും കൂടെ വന്ന ആളും പറഞ്ഞു, ഖാലു നഫ്ഖിദു, ഞങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചു, ഫഖദ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുക. ഖാലു, അവർ പറഞ്ഞു, നഫ്ഖിദു, ഞങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട്. സുവാ അൽ മലിക്, രാജാവിൻ്റെ സുവാ. സുവാ എന്ന് പറഞ്ഞാൽ അസ്സാഉ ബിമഅനൽ മിക്കിയാൽ ഔൽ ഇനാബ് യുഷ്റബു ബി, നേരത്തെ പറഞ്ഞ അസ്സിഖായ. അതുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞു അസ്സുവാഉ വസ്സിഖായ വാഹിദുൻ. സിഖായ എന്ന് പറഞ്ഞാലും സുവാ എന്ന് പറഞ്ഞാലും ഒന്നാണ്. അർത്ഥം നമുക്കറിയാം, സാ എന്ന് പറഞ്ഞാൽ അളക്കുന്നത്, അളവ്. ഇപ്പോൾ സുവാ എന്ന് പറഞ്ഞാൽ അളക്കുന്നത്. അപ്പോൾ അളക്കാനും അതേപോലെ തന്നെ കുടിക്കാനുമൊക്കെ ഉപയോഗിക്കുന്നത്. അതും സാധാരണ നിലക്കുള്ളതല്ല. പിന്നെയോ സുവാ അൽ മലിക്കി, മിസ്റിലെ രാജാവ് ഉപയോഗിക്കുന്നതാണത്. രാജാവിൻ്റെതാണ്, മറ്റാരുടേതുമല്ല. ചില തഫ്സീർ പ്രകാരം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടേതാണത്. എന്നാൽ മലിക്ക് എന്ന് ഉപയോഗിച്ചിട്ടുള്ളത് ഈജിപ്തിലെ മെയിൻ രാജാവിനെയാണ്. അതുകൊണ്ട് രാജാവിൻ്റെതാണ്. അതാണ് കൂടുതൽ ശരിയായത്. അല്ലാഹു തബാറക വ തആല അഅലം. അപ്പോൾ നഫ്ഖിദു സുവാ അൽ മലിക്കി, രാജാവിൻ്റെ അളവ് പാത്രം അല്ലെങ്കിൽ പാനപാത്രം നഷ്ടപ്പെട്ടിരിക്കുന്നു.
അതുകൊണ്ട് തന്നെ വലിമൻ ജാ ബിഹി, അതാരാണോ കൊണ്ടുവന്ന് തരുന്നത്, ലി മൻ ജാ ബിഹി, അത് കൊണ്ടുവരുന്ന ആൾക്ക്, ജാ ബിഹി എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക, വലിമൻ ജാ ബിഹി, അതാരാണോ കാണിച്ചു തരുന്നത് അല്ലെങ്കിൽ ആരാണോ എടുത്തു തരുന്നത്, ഹിംലു ബഈരിൻ, ഒരു ഒട്ടകം എക്സ്ട്രാ ധാന്യം അവർക്കുണ്ടാകും സമ്മാനമായിട്ട്. ഹിംലു ബഈർ, സമ്മാനമായിട്ട് അവർക്ക് എന്ത് തരാം? ഒരു ഒട്ടകത്തിന് വഹിക്കാവുന്ന ധാന്യം സമ്മാനമായി തരാം. ആരുണ്ട്? ആ സുവാ അല്ലെങ്കിൽ സിഖായത്ത് എടുത്തു തരാൻ. ഹിംലു ബഈരിൻ വ അന ബിഹി സഈം, ഞാൻ അതിന് ഗ്യാരണ്ടിയാണ്. സഈം എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടി നിൽക്കുന്ന ആൾക്കാണ് സഈം എന്ന് പറയുന്നത്. വ അസ്ലു സഈമി ഫി കലാമിൽ അറബ്, അറബികളുടെ ഭാഷയിൽ സഈം എന്ന് പറഞ്ഞാൽ അൽ ഖായിമു ബി അംരിൽ ഖൗം, ഒരു സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആൾക്കാണ് സഈം എന്ന് പറയുന്നത്. വകദാലിക്കൽ കഫീലു വൽ ഹമീൽ, കഫീലിനും ഹമീലിനുമൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആൾക്ക് കഫീലിനൊക്കെ എന്ത് പറയും? സഈം എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഇവിടെ സഈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഗ്യാരണ്ടി നിന്നുകൊണ്ട് പറയുകയാണ്. അഥവാ അതാരാണ് പറയുന്നത്? ഇതാരുടെ ഖൗലാണ്? മുഫസ്സിരിങ്ങൾ പറയുന്നത് സുമ്മ അദ്ദന മുഅദ്ദിനുൻ, വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, ആ വ്യക്തിയാണ് പറയുന്നത്. ആരാണോ രാജാവിൻ്റെ സുവാ കൊണ്ടുവരുന്നത് അവർക്ക് ഒരു ഹിംലു ബഈറുണ്ട്. ഹിംല് എന്ന് പറഞ്ഞാൽ ഒരു ഒട്ടകത്തിന് വഹിക്കാവുന്നത്, ഭാരം, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹിംലു ബഈരിൻ, ഒരു ഒട്ടകത്തിന് വഹിക്കാവുന്നത് നൽകുന്നതാണ്. വ അന ബിഹി സഈം, അക്കാര്യത്തിന് ഞാൻ ഗ്യാരണ്ടി നിൽക്കാമെന്ന് വിളിച്ചു പറയുന്ന ആൾ വിളിച്ചു പറയാണ്. അങ്ങനെ പറയാനുള്ള കാരണം അക്ഷരാർത്ഥത്തിൽ അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുവാൻ വേണ്ടിയാണ്. വ അന ബിഹി സഈം. അല്ലെങ്കിൽ ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞതുപോലെ ഇത് നഷ്ടപ്പെട്ടത്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതെടുക്കുന്നു, സഹോദരൻ്റെ ഭാണ്ഡത്തിൽ വെക്കുന്നു. പക്ഷേ ഈ വിളിച്ചു പറയുന്ന ആൾക്കതറിയില്ല. അദ്ദേഹത്തിന് അക്ഷരാർത്ഥത്തിൽ ഇത് നഷ്ടപ്പെട്ടതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ആ നിലക്ക് പറയുന്നത്. കാരണം അദ്ദേഹം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തതാണ് എന്ന് അദ്ദേഹത്തിന് അറിവില്ല. അതുകൊണ്ട് നഷ്ടപ്പെട്ടപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന ആളാണ് വിളിച്ചു പറയുന്നത്. എന്ത്? സുമ്മ അദ്ദന മുഅദ്ദിനുൻ അയ്യത്തുഹൽ ഈറു ഇന്നകും ലസാരിഖൂൻ, കാരണം അദ്ദേഹത്തിൻ്റെ ധാരണ പ്രകാരം അവർ ശരിക്കും മോഷ്ടിച്ചിട്ടുണ്ട് എന്ന അർത്ഥത്തിൽ പറഞ്ഞവരുണ്ട്. അതുകൊണ്ടാണ് അവർക്കൊരു ഹിംലു ബഈറുണ്ട് എന്ന് പറഞ്ഞത്. മാത്രമല്ല വ അന ബിഹി സഈം, ഞാനതിന് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഈ പാത്രത്തിൻ്റെ സുരക്ഷിതത്വവും മറ്റ് കാര്യങ്ങളുടെയും ഉത്തരവാദിത്തം കൂടി ഉള്ള വ്യക്തിയാണ് ഈ വിളിച്ചു പറഞ്ഞ ആൾ എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തബാറക വ തആല അഅലം. അപ്പോൾ പറഞ്ഞു, രാജാവിൻ്റെ ഈ ഒരു പാത്രം കാണുന്നില്ല, കൊണ്ടുവരുന്നവർക്കൊരു ഹിംലു ബഈറുണ്ട്, ഞാനതിന് ഗ്യാരണ്ടിയാണ് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അത്രയും ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ സംഭവം ശരിക്കുമുള്ളതാണ് എന്ന് തോന്നുന്ന രൂപത്തിൽ തന്നെ അതവിടെ അവതരിപ്പിക്കപ്പെട്ടു. അപ്പോൾ ഖാലു, അവർ പറഞ്ഞു, തല്ലാഹി ഐ വല്ലാഹി, അല്ലാഹുവാണ്. ഇവിടെ തല്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്നു ജരീർ അത്ബരി റഹിമഹുല്ല രേഖപ്പെടുത്തുന്നു, യഅനി വല്ലാഹി, അതുകൊണ്ടുള്ള ഉദ്ദേശം വല്ലാഹി എന്നാണ്. വഹാദിഹി താഉ ഫീ തല്ലാഹി ഇന്നമാ ഹിയ വാവുൻ ഖുലിബത് താഅൻ, അവിടെ ത എന്ന് വന്നിട്ടുള്ളത് ശരിക്ക് വാവാണ്. പക്ഷേ അത് അറബികൾ ചില വേർഡുകൾ റിപ്പീറ്റഡായി ഉപയോഗിക്കുമ്പോൾ ചില വാക്കുകൾ മാറി, ചില ഹർഫുകൾ മാറി, വേറെ ചില ഹർഫുകൾ ഉപയോഗിക്കും. എന്തിനാണ്? ഉച്ചാരണത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി. അതുകൊണ്ട് തന്നെ തല്ലാഹ് എന്ന് പറഞ്ഞാൽ വല്ലാഹി എന്നാണ് ഉദ്ദേശം. വല്ലാഹി എന്നാണ് ഉദ്ദേശം. ആ ഖസമിൻ്റെ വാവ്, സത്യം ചെയ്ത് പറയാൻ വേണ്ടിയുള്ള ഈ വാവിന് പകരമുള്ള ഈ താ അല്ലാ എന്ന ഇസ്മിൻ്റെ കൂടെ മാത്രമേ പാടുള്ളൂ. റഹ്മാൻ എന്ന പേരിൻ്റെ കൂടെയോ റഹീം എന്ന പേരിൻ്റെ കൂടെയോ അലീം എന്ന പേരിൻ്റെ കൂടെയോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. മറിച്ച് അല്ലാ എന്നതിൻ്റെ കൂടെ മാത്രം വാവിന് പകരം താ ഉപയോഗിക്കാം. അതുകൊണ്ട് ഇവിടെ തല്ലാഹ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം വല്ലാഹ് എന്നാണ്. ഭാഷയിൽ അങ്ങനെ ഉപയോഗിക്കാം. അവർ പറഞ്ഞു ഖാലു, അവർ പറഞ്ഞു തല്ലാഹ് ഐ വല്ലാഹ്, അല്ലാഹുവാണ്. ലഖദ് അലിംതും, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അലിമ യഅലമു ഇൽമൻ, ലഖദ് അലിംതും, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. മാ ജിന, ഞങ്ങൾ വന്നിട്ടില്ല, ഞങ്ങൾ വന്നിട്ടില്ല. ജാ യജീഉ ഈജാഅൻ, മാ ജിന, ഞങ്ങൾ വന്നിട്ടില്ല. ലിനുഫ്സിദ ഫിൽ അർദി, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി വന്നവരല്ല ഞങ്ങൾ. അഫ്സദ യുഫ്സിദു
ഇഫ്സാദൻ, ഫസാദ് ഉണ്ടാക്കുന്നതിനാണ് അഫ്സദ എന്ന് പറയുന്നത്. മാ ജിഅ്നാ ലിനുഫ്സിദ ഫിൽ അർദ്, ഞങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ വന്നവരല്ല. വമാ കുന്ന, ഞങ്ങളല്ല താനും സാരിഖീൻ, മോഷ്ടാക്കൾ. ഞങ്ങൾ മോഷ്ടാക്കളല്ല എന്നും ഞങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ വന്നവർ അല്ല എന്നും അല്ലാഹുവാണേ നിങ്ങൾക്കറിയാവുന്നതാണ്. അതെങ്ങനെയാണ് അവർക്കറിയാവുന്നത്? ഇവർ കുഴപ്പക്കാരല്ല. കാരണം ആ നാട്ടിലുള്ളവർക്ക്, കൊട്ടാരത്തിലുള്ളവർക്ക് ഈ സഹോദരങ്ങളെ പരിചയമില്ലല്ലോ. എന്നിട്ടും അവരെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ കുഴപ്പക്കാരല്ല എന്ന് മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തി. അതിന് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാരണം, അവരുടെ യാത്രയും അവരുടെ സ്വഭാവവും അവരുടെ പെരുമാറ്റവും മറ്റു കാര്യങ്ങളും, അവർ മറ്റു കുഴപ്പങ്ങളൊന്നും കഴിഞ്ഞ വരവിലുണ്ടാക്കിയിട്ടില്ല. അപ്പം നേരത്തെ ഞങ്ങളിവിടെ വന്നവരാണ്, ഇത് ഞങ്ങളുടെ 2ാമത്തെ വരവാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വരുന്ന വഴികളിലോ പോകുന്ന വഴികളിലോ പോയ വഴികളിലോ ഞങ്ങൾ കുഴപ്പമുണ്ടാക്കിയതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുഴപ്പക്കാരല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ ഞങ്ങളെ ആദ്യം കാണുകയല്ല, ഇതിനു മുമ്പും പരിചയമുണ്ട്. നല്ല നിലക്കാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവരെ പിരിച്ചയച്ചത്. എന്നിരിക്കെ നിങ്ങൾക്കറിയാം ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിക്കുന്ന ആളുകളല്ല എന്ന്. അതാണ് ഒരു കാരണം പറഞ്ഞത്. 2ാമത്തത്, അതാണ് കുറച്ചുകൂടി ശക്തം. എന്താണത്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നേരത്തെ ഇവർക്ക് ധാന്യങ്ങൾ ഒരുക്കി കൊടുത്തപ്പോൾ എന്ത് ചെയ്തിരുന്നു? അവർ കൊണ്ടുവന്ന ബിദാഅത്തുകൾ, ചരക്കുകൾ, വസ്തുക്കൾ അതിലേക്ക് തന്നെ തിരിച്ചു വെച്ചിരുന്നു അവരറിയാതെ. അവർ തിരിച്ചവരുടെ വീട്ടിലെത്തിയപ്പോഴാണ് അവർ കൊണ്ടുപോയ വിഭവങ്ങൾ, അതിന് പകരമാണ് ശരിക്കും ധാന്യം കിട്ടേണ്ടത്. പക്ഷെ അതങ്ങനെ തന്നെ തിരിച്ച് കിട്ടിയിട്ടുണ്ട്. എന്നിട്ടോ അവരതെടുക്കാതെ എന്താ ചെയ്തത്? 2ാമത്തെ യാത്രയിൽ അവരത് തിരിച്ചു കൊണ്ടുപോയി. ഞങ്ങൾ മോഷ്ടാക്കളായിരുന്നെങ്കിൽ, ഞങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളത് തിരിച്ചു കൊണ്ടുവരൂല. മറിച്ച് അവരെന്ത് ചെയ്തിട്ടുണ്ട്? അത് അവർക്ക് അബദ്ധം പറ്റിയതാണ് എന്നുള്ള നിലക്ക് അവർ തിരിച്ചു കൊണ്ടുവന്ന് ആ വസ്തുക്കൾ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്ത ഞങ്ങൾക്ക് മോഷ്ടിക്കേണ്ട ആവശ്യമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അത് തിരിച്ചു തരുമായിരുന്നില്ലല്ലോ. ആ നിലക്കൊക്കെ നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് മനസ്സിലായിരിക്കെ ഇങ്ങനെ ഒരു ആരോപണം പറയുന്നത് ശരിയല്ല എന്ന് അവർ വാദിക്കുകയുണ്ടായി. അതാണ് അവർ പറഞ്ഞത്. ഖാലു, അവർ പറഞ്ഞു, തല്ലാഹി വല്ലാഹി ലഖദ് അലിംതും മാ ജിഅ്നാ ലിനുഫ്സിദ ഫിൽ അർദ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി വന്നവരല്ല ഞങ്ങൾ എന്ന് നിങ്ങൾക്കറിയാം. വമാ കുന്നാ സാരിഖീൻ, ഞങ്ങൾ ഒരിക്കലും മോഷണം നടത്തിയവരല്ല, മോഷ്ടാക്കളുമല്ല. ഖാലു, അപ്പോൾ അവർ പറഞ്ഞു, അഥവാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, ആ മുഅദ്ദിൻ പറഞ്ഞു, അതിൻ്റെ ഉത്തരവാദിത്തമുള്ളവർ പറഞ്ഞു, ഖാലു ഫമാ ജസാഉഹു, എന്താണ് അതിൻ്റെ പ്രതിഫലം? ആ ഒരു മോഷണത്തിന് പകരം എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇൻ കുൻതും കാദിബീൻ, നിങ്ങൾ കളവ് പറയുന്നവരാണെങ്കിൽ, ഈ മോഷണം നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രായശ്ചിത്തം എന്താണ്, അതിൻ്റെ പ്രതിഫലം എന്താണ്, നിങ്ങൾ തന്നെ പറയൂ എന്നവരോട് പറയുകയുണ്ടായി. കാരണം നിങ്ങൾ മോഷണം നടത്തിയിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നു, നിങ്ങൾ മോഷ്ടാക്കളല്ല എന്ന് നിങ്ങൾ പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവരല്ല എന്നും പറയുന്നു. അവിടെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് അവിടെ മനസ്സിലാക്കാനുള്ളത്, മോഷണം എന്നത് ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കലാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ ഫസാദുകളിലൊന്ന് മോഷണമാണ്. ശരിക്കും ശ്രദ്ധിക്കുക. അത് വീടിൻ്റെ ഓട് പൊളിച്ച് കടന്ന്, അല്ലെങ്കിൽ ജനാലയുടെ അഴികൾ മാറ്റി വീട്ടിൻ്റെ ഉള്ളിൽ കയറി നടത്തുന്ന മോഷണം മാത്രമല്ല. പലപ്പോഴും ആളുകൾ കള്ളൻ എന്ന് പറഞ്ഞാൽ അവർ മാത്രമാണ് കള്ളന്മാർ എന്ന് വിചാരിക്കുന്നവരുണ്ട്. ബിസിനസ് രംഗത്തെ മാന്യമായ കളവുകൾ മുതൽ എല്ലാ കളവുകളും അതിൽപ്പെടുന്നതാണ്. പല നിലക്കുമുള്ള മോഷണങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. അതിൻ്റെ രൂപവും ഭാവവും പേരുകളൊക്കെ വ്യത്യാസമുണ്ടെങ്കിലും പലതും കളവാണ്. അത് ഭൂമിയിലെ ഏറ്റവും വലിയ ഫസാദാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിക ശരീഅത്തിൽ വസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഉ വൈദിയഹുമാ ജസാഅൻ ബിമാ കസബാ നകാലം മിനല്ലാഹ്, മോഷണം നടത്തുന്ന ആണിനെയും പെണ്ണിനെയും അവരുടെ കൈകൾ നിങ്ങൾ മുറിച്ചു കളയുക എന്നാണ്. കൈ തന്നെ മുറിച്ചു കളയണം അവർ മോഷണം നടത്തിയതിൻ്റെ പേരിൽ. ജസാഅൻ ബിമാ കസബ, അവർ ചെയ്തതിൻ്റെ ഫലമാണത് എന്നാണ്. അത്രക്ക് മോശമാണ് മോഷണമെന്ന കാര്യം. നകാലം മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള മറ്റുള്ളവരെ പേടിപ്പിക്കാനുള്ളൊരു നിയമം എന്നുള്ള നിലക്കും. അപ്പോൾ അത്രയും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു വിഷയമാണ്
മോഷണം നടത്തുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സ്വഹാബികൾ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങൾ വ്യഭിചരിക്കുകയില്ല എന്നും മോഷണം നടത്തുകയില്ല എന്നും അവർ ബൈഅത്ത് ചെയ്യുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ ആ വ്യക്തി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ഒരു കാരണവശാലും തനിക്ക് അവകാശപ്പെടാത്തത് തൻ്റെ കീശയിലാക്കുക. ഉലമാക്കൾ മോഷണത്തിന് നിർവചനം പറഞ്ഞിട്ടുണ്ട്. ആ നിർവചനം മനസ്സിലാക്കിയാൽ ഏതൊക്കെ കാര്യങ്ങൾ മോഷണത്തിൽ വരുന്നു അപ്പോൾ മനസ്സിലാകും. മോഷണം എന്ന് പറഞ്ഞാൽ തനിക്ക് അവകാശപ്പെടാത്ത ഒന്ന് മറ്റൊരാളുടെ മുതൽ അയാളുടെ അനുവാദവും സമ്മതവുമില്ലാതെ തൻ്റെ പോക്കറ്റിലാക്കുന്നതിനാണ് മോഷണം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ അത് വളരെ ഗുരുതരമായ കാര്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് മാജിഇനാ ലിനുഫ്സിദ ഫിൽ അർദ്, ഞങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ വന്നതല്ല. വമാ കുന്നാ സാരിഖീൻ, ഞങ്ങൾ മോഷ്ടാക്കളല്ല. കാരണം മോഷണം എന്നുള്ളത് ഭൂമിയിൽ വലിയ കുഴപ്പമുണ്ടാക്കലാണ്. അപ്പോൾ ഇവർ ചോദിച്ചു, ഖാലു ഫമാ ജസാഉഹു, അങ്ങനെ ഒരു മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം, പ്രായച്ചിത്തം, അതിൻ്റെ ശിക്ഷ എന്തായിരിക്കണം? ഇൻ കുന്തും കാദിബീൻ, നിങ്ങൾ കളവ് പറയുന്നവരാണെങ്കിൽ. കാദിബ് എന്ന് പറഞ്ഞാൽ കളവ് പറയുന്നവൻ. കദബ യക്ദിബ് എന്ന് പറഞ്ഞാൽ കളവ് പറയുക. കാദിബ് കളവ് പറയുന്നവൻ. ഇൻ കുന്തും കാദിബീൻ, നിങ്ങൾ കളവാണ് പറയുന്നതെങ്കിൽ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും മോഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ് ശിക്ഷ എന്ന് നിങ്ങൾ തന്നെ പറയൂ. അവരെ കൊണ്ട് പറയിപ്പിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഖാലൂ, അവർ പറഞ്ഞു, ജസാഉഹു, ആ മോഷണത്തിൻ്റെ പ്രതിഫലം, അതല്ലെങ്കിൽ അതിൻ്റെ പ്രായച്ചിത്തം, അല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ, മൻ വുജിദ ഫീ റഹ്ലിഹി, ആരുടെ കെട്ടിലാണോ ആരുടെ ഭാണ്ഡത്തിലാണോ ഈ സുവാ, ഈ സിഖായ കാണുന്നത്. വജദ എന്ന് പറഞ്ഞാൽ കാണുക, കണ്ടെത്തുക. വുജിദ കണ്ടെത്തുക. മൻ വുജിദ ഫീ റഹ്ലിഹി, ആരുടെ കെട്ടിലാണോ ആരുടെ ഭാണ്ഡത്തിലാണോ സുവാ കാണപ്പെടുന്നത്, ഫഹുവ ജസാഉഹു, ആ വ്യക്തിയാണ് അതിൻ്റെ പ്രതിഫലം, അതിൻ്റെ പ്രായച്ചിത്തം. എന്ന് പറഞ്ഞാൽ അയാളെ നിങ്ങൾക്ക് കൊണ്ടുപോകാം, നിങ്ങൾക്കെടുക്കാം, നിങ്ങൾക്ക് പിടിച്ചു വെക്കാം. അതാണ് അതിൻ്റെ പ്രതിഫലം. കദാലിക, അപ്രകാരം, നജ്സി, ഞങ്ങൾ പ്രതിഫലം കൊടുക്കുന്നു. ആർക്ക്? അല്ലാലിമീൻ, അക്രമികൾക്ക്. ളുൽമ ചെയ്യുന്ന ആൾക്കാണ് ലാലിം എന്ന് പറയുന്നത്. കദാലിക, അപ്രകാരം, നജ്സി, ഞങ്ങൾ പ്രതിഫലം നൽകുന്നു അല്ലാലിമീൻ, ലാലിമീങ്ങളായ ആളുകൾക്ക്. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? അഥവാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയും അവിടെയുള്ള മുഅദ്ദിൻ അടക്കമുള്ള ആളുകൾ ചോദിക്കുന്നത്, എന്താണ് പ്രതിഫലം? നിങ്ങളാണ് മോഷണം നടത്തിയതെങ്കിൽ, നിങ്ങളെടുത്തുനിന്ന് ഞങ്ങളത് കണ്ടെത്തുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അവരുടെ മറുപടിയാണ്, ഖാലു ജസാഉഹു മൻ വുജിദ ഫി റഹ്ലി, ആരുടെ കെട്ടിലാണോ കാണുന്നത് ഫഹുവ ജസാഉ, ആ വ്യക്തിയെ അവർക്കെടുക്കാം. കദാലിക നജ്സിൽ ലാലിമീൻ, അപ്രകാരമാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മുഫസ്സിരീങ്ങൾ പറയുന്നത്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിൽ, സന്താന പരമ്പരയിൽ ഇസ്ഹാഖ്, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം, അവരുടെ നിയമം, ഒരാൾ മോഷണം നടത്തിയാൽ ആരുടെ വസ്തുവാണോ മോഷ്ടിച്ചത് ആ വ്യക്തിക്ക് ഇയാളെ അടിമയാക്കി വെക്കാം, പിടിച്ചു വെക്കാം, അടിമയാക്കി വെക്കാം. അയാൾ ഇഷ്ടപ്പെടുന്ന ഒരു കാലയളവ് വരെ എന്ത് ചെയ്യാം? ആ വ്യക്തിയെ അടിമയാക്കി വെക്കാം. അതായിരുന്നു അവരുടെ നിയമത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കദാലിക, അപ്രകാരമാണ് നജ്സിൽ ലാലിമീൻ, ലാലിമീങ്ങൾക്ക് ഞങ്ങൾ പ്രതിഫലം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നിയമമനുസരിച്ച്, പ്രവാചകന്മാരുടെ നിയമമനുസരിച്ച് ഞങ്ങൾ ആരാണോ മോഷണം നടത്തുന്നത്, ആരുടെ വസ്തുവാണോ മോഷ്ടിക്കപ്പെട്ടത് ആ വ്യക്തിക്ക് മോഷണം നടത്തിയ ആൾ എന്ത് ചെയ്യാം? പിടിച്ചു വെക്കാം, അടിമയാക്കാം, ഖാദിമാക്കാം, ഒക്കെ ചെയ്യാം. അത് അയാളുടെ ഇഷ്ടം പോലെ ഈ കളവ് നടത്തിയ ആളെ കൈകാര്യം ചെയ്യാം. ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങളാണത് മോഷ്ടിച്ചതെങ്കിൽ ആരുടെ പാത്രത്തിൽ നിന്നാണോ അത് കിട്ടുന്നത്, ആരുടെ ഭാണ്ഡത്തിൽ നിന്നാണോ ലഭിക്കുന്നത്, ആ വ്യക്തിയെ നിങ്ങൾക്ക് പിടിച്ചു വെക്കാം എന്ന് അവർ തന്നെ കൃത്യമായി അവരുടെ നിയമമനുസരിച്ച് വിധി പറയുകയുണ്ടായി. അങ്ങനെ ചെയ്യാം എന്ന് അവർ പറഞ്ഞു. അപ്പോൾ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലെങ്കിൽ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഏർപ്പാടാക്കിയ ആളുകൾ എന്ത് ചെയ്തു? ഫബദ, അവർ തുടങ്ങി. ബദ എന്ന് പറഞ്ഞാൽ തുടങ്ങുക. ബദ യബ്ദഉ ബദ്അൻ വബദ്അതൻ വബിദായ, തുടക്കം. ബദ് അല്ലെങ്കിൽ ബിദായ, തുടക്കം. ഫബദ ബിഔഇയതിഹിം, ഔഇയത്ത് എന്ന് പറഞ്ഞാൽ വിആ, വിആഇൻ്റെ ജംആണ് ഔഇയ, പാത്രം, ഭാണ്ഡം, കെട്ട് എന്നൊക്കെയാണ് അർത്ഥം.
ഫബദഅ ബിഔഇയതിഹിം, അങ്ങനെ മറ്റു സഹോദരന്മാരുടെ ഭാണ്ഡങ്ങളെല്ലാം പരിശോധിക്കാൻ തുടങ്ങി. ആദ്യം തന്നെ ബിനിയാമീനിൻ്റെ കെട്ടഴിച്ചാൽ അവർക്ക് മനസ്സിലാവും എന്ത്, ഇത് നേരത്തെ പ്ലാൻഡാണ്, ഏത് കെട്ടിലാണ് ഉള്ളതെന്ന് അവർക്ക് തന്നെ അറിയാം. അപ്പോൾ ഫസ്റ്റിൽ തന്നെ അതിൽ നിന്നെടുത്താൽ സംശയമില്ലാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ആദ്യം മറ്റുള്ളവരുടേതൊക്കെ പരിശോധിച്ചു. അതാണ് ഫബദഅ ബിഔഇയതിഹിം ഖബ്ല വിആഇ അഖീഹി. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സഹോദരനായ അഥവാ ഉപ്പ വഴിക്കുള്ള സഹോദരനായ ബിനിയാമീനിൻ്റെ കെട്ട് പരിശോധിക്കുന്നതിന് മുമ്പ് മറ്റു സഹോദരന്മാരുടെ കെട്ടുകൾ പരിശോധിക്കുകയുണ്ടായി, അവർക്ക് സംശയം തോന്നാതിരിക്കാൻ. സുമ്മ, പിന്നീട് ഇസ്തഖ്റജഹ, അതിനെ പുറത്തെടുത്തു, അഥവാ അസ്സിഖായയെ പുറത്തെടുത്തു. ഇസ്തഖ്റജ എന്ന് പറഞ്ഞാൽ പുറത്തെടുക്കുക. യസ്തഖ്രിജു ഇസ്തിഖ്റാജൻ, ഇസ്തഖ്റജ, അതിനെ പുറത്തെടുക്കുകയുണ്ടായി. മിൻ വിആഇ അഖീ, തൻ്റെ ഉപ്പ വഴിക്കുള്ള സഹോദരനായ ബിനിയാമീനിൻ്റെ കെട്ടിൽ നിന്നും ഈ പാത്രം പുറത്തെടുക്കുകയുണ്ടായി, അഥവാ സുവാ അൽ മലിക്, രാജാവിൻ്റെ പാത്രം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അപ്പോൾ സ്വാഭാവികമായും അവിടെ എന്ത് സംഭവിക്കും, അവർ പറഞ്ഞതനുസരിച്ച് ആരുടെ കെട്ടിൽ നിന്നാണോ പാത്രം കിട്ടുന്നത് ആ വ്യക്തിയെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആഗ്രഹിക്കുന്നതും എന്ത് തന്നെ, തൻ്റെ അനുജനെ തൻ്റെ കൂടെ കുറച്ച് ദിവസം കിട്ടണം എന്നാണ് ആഗ്രഹിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് റഹ്മാനായ റബ്ബിൻ്റെ പരിപൂർണമായ പെർമിഷനോടുകൂടി, അനുവാദത്തോടുകൂടി റബ്ബ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തോന്നിപ്പിച്ചു കൊടുത്തതാണത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തന്ത്രമല്ല, മറിച്ച് കദാലിക കിദ്നാ ലി യൂസുഫ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അപ്രകാരം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വേണ്ടി ഞാൻ തന്ത്രമുണ്ടാക്കി. അള്ളാഹുലേക്കാ ചേർത്ത് പറഞ്ഞത്. കദാലിക കിദ്ന കാദ യകീദു കൈദൻ, തന്ത്രം പ്രയോഗിക്കുക, ഉപായം പ്രയോഗിക്കുക. കദാലിക, അപ്രകാരം, കിദ്ന ലി യൂസുഫ്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വേണ്ടി നാം തന്ത്രം മെനയുകയുണ്ടായി. മാ കാന ലിയഖുദ അഖാഹു ഫീ ദീനിൽ മലിക്, മാ കാന, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പാടുണ്ടായിരുന്നില്ല. എന്ത് പാടില്ല? ലിയഖുദ അഖാഹു, തൻ്റെ സഹോദരനെ പിടിച്ചു വെക്കാൻ. അഖദ യഖുദു അഖദൻ, തൻ്റെ സഹോദരനെ പിടിച്ചു വെക്കാൻ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പാടില്ല. ഏതടിസ്ഥാനത്തിൽ? ഫീ ദീനിൽ മലിക്കി, ആ നാട്ടിലെ രാജാവിൻ്റെ വിധിയിൽ, ആ നാട്ടിലെ നിയമപ്രകാരം മോഷ്ടാവിനെ പിടിച്ചു വെക്കുക എന്നുള്ളൊരു രീതിയില്ല. അതിന് മറ്റു രീതികളാണുള്ളത്. തഫ്സീറുകളിൽ പറയുന്നുണ്ട്, കൂടുതൽ എന്താണോ മോഷ്ടിച്ചത് അതിൻ്റെ ഇരട്ടി ആവശ്യപ്പെടലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള മറ്റു ചില പ്രായച്ചിത്തങ്ങളാണ് മിസ്റിലുണ്ടായിരുന്നത്. അല്ലാതെ ആരുടെ മുതലാണോ മോഷ്ടിക്കപ്പെട്ടത് ആ വ്യക്തിക്ക് മോഷ്ടാവിനെ പിടിച്ചു വെക്കുക എന്ന നിയമം എവിടെയില്ല? മിസ്റിലില്ല. അപ്പം മിസ്റിലില്ലാത്ത ഒരു നിയമം വെച്ചിട്ട് സഹോദരനെ പിടിച്ചു വെക്കാൻ ന്യായമില്ലല്ലോ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ചത്. അവരോട് തന്നെ ചോദിച്ചു, നിങ്ങൾ പറയുന്നത് പോലെ. അപ്പോൾ അവരെന്താ പറഞ്ഞത്? ആരിൽ നിന്നാണോ കിട്ടുന്നത് അയാളെ പിടിച്ചു വെക്കാം, ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്, നിങ്ങൾക്കതുപോലെ ചെയ്യാമെന്ന് അവരുടെ അനുവാദം കിട്ടി. അതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇൽമ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകിയത്. ആ ഒരു ഇൽമാണ്, ആ രാജ്യത്ത് അതാണ് നിയമം എന്നുള്ളത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഇല്ലാ അൻ യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചെങ്കിലൊഴികെ. കാരണം അള്ളാഹു ഉദ്ദേശിച്ചാൽ ഏത് നാട്ടിലും ഏത് നിയമവും നടപ്പിലാക്കപ്പെടും. അള്ളാഹു തന്ത്രപൂർവ്വം അത് നടപ്പിലാക്കാനുള്ള സാഹചര്യവും സൗകര്യവും ഒരുക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, നിയമം അങ്ങനെയാണെങ്കിലും അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ നടക്കും. അതാണ് അവിടെ പ്രത്യേകം പറഞ്ഞത്, ഇല്ലാ അൻ യശാ അല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചെങ്കിലല്ലാതെ. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഇതൊക്കെ നടക്കും. പക്ഷേ പ്രത്യക്ഷത്തിൽ മിസ്റിലെ നിയമം അനുസരിച്ച് മോഷ്ടാവിനെ പിടിച്ചു വെക്കാൻ വകുപ്പില്ല. അപ്പോൾ പിന്നെ അവർ തന്നെ പറഞ്ഞ വകുപ്പനുസരിച്ചാണ് പിടിച്ചു വെച്ചത്. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഏതൊരു നാട്ടിലും അത്തരം നിയമങ്ങൾ നടക്കും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നർഫഉ ദറജാത്തിൻ മൻ നശാ, നർഫഉ, നാം ഉയർത്തും. റഫഅ യർഫഉ, ഉയർത്തുക. റഫഅ യർഫഉ ദറജാത്തിൻ മൻ നശാ, പരിശുദ്ധ ഖുർആനിലുണ്ട്. റഫഅ യർഫഉ റഫഅൻ, ഉയർത്തുക. നർഫഉ ദറജാത്തിൻ, ദറജയുടെ ജംആണ് ദറജാത്ത്. നാം പദവികൾ ഉയർത്തുന്നു. മൻ നശാ, നാം ആരെയാണോ ഉദ്ദേശിക്കുന്നത് അവർക്ക് ധാരാളം പദവികൾ ഉയർത്തി കൊടുക്കുന്നു.
വഫൗഖ കുല്ലി ദീ ഇൽമിൻ, ഏതൊരു ഇൽമുള്ള ആളുടെയും മേലെയുണ്ട്. ഫൗഖ് എന്ന് പറഞ്ഞാൽ മേലെ. വഫൗഖ കുല്ലി ദീ ഇൽമിൻ, ദീ ഇൽം എന്ന് പറഞ്ഞാൽ ആലിം, ഏതൊരു ആലിമിൻ്റെയും മേലെ അലീമുൻ, അറിവുള്ള മറ്റൊരാളുണ്ടാവും. വഫൗഖ കുല്ലി ദീ ഇൽമിൻ അലീം. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരികയാണ്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സഹോദരനെ തൻ്റെ അടുത്ത് പിടിച്ചു വെക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി കൊടുത്തതനുസരിച്ച്, റബ്ബ് തോന്നിപ്പിച്ചതനുസരിച്ച് അദ്ദേഹം ഒരു തന്ത്രം പ്രയോഗിക്കുകയാണ്. അങ്ങനെ ഈ സിഖായത്ത്, മലിക്കിൻ്റെ സിഖായത്ത് അനുജൻ്റെ ഭാണ്ഡത്തിൽ വെക്കുന്നു. അവിടെ ഉലമാക്കൾ പറയുന്നത്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് അനുവാദമില്ലാത്ത തെറ്റായൊരു കാര്യം ചെയ്തിട്ടില്ല. കാരണം ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും കൈകാര്യകർത്തൃത്വവും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് ആ പാത്രം ഒരാളുടെ ഭാണ്ഡത്തിൽ വെക്കുക എന്നുള്ളത് എന്തല്ല, ഒരു തെറ്റായ കാര്യമല്ല, ഒരു തെറ്റായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇത് മറ്റുള്ളവർ അറിയാതെ ചെയ്തതാണ് എന്നൊരഭിപ്രായം മുഹമ്മദ് ബിൻ ജരീർ ഉത്തബരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അവസാനം രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിളിച്ചു പറഞ്ഞ ആൾക്ക് ഇത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തതാണെന്നറിയില്ല, അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ മോഷ്ടിക്കപ്പെട്ടു എന്ന് തന്നെയാണ് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ ആരും തെറ്റ് ചെയ്യുന്നില്ല, ഇവിടെ ആരും തെറ്റ് ചെയ്യുന്നില്ല. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കലും നിങ്ങൾ കളവ് നടത്തി എന്നുള്ള നിലക്ക് പ്രസ്താവിക്കുന്നില്ല. അത് മുഅദ്ദിൻ വിളിച്ച് പറഞ്ഞതാണ്, മുഅദ്ദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ധാരണ പറഞ്ഞതാണ് എന്ന അഭിപ്രായമുണ്ട്. അല്ല, ഇത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ പ്ലാൻഡ് ആണ് എന്ന തഫ്സീറുമുണ്ട്. രണ്ടുമുണ്ട്. രണ്ടായിരുന്നാലും ശരി, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം ചെയ്തിട്ടുള്ളതാണ്. മാത്രമല്ല ആരെയും അതിൽ ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരങ്ങൾ അദ്ദേഹത്തോട് ചെയ്തതിൻ്റെ മധുരമായ ഒരു പ്രതികാരം ചില ഉലമാക്കൾ പറഞ്ഞത് അതാണ്. അവരിങ്ങനെ ചെയ്തു. കാരണം എന്താണ്, ബിനിയാമീനെയും കൊണ്ട് വീട്ടിലേക്ക് പോയിട്ടില്ലെങ്കിൽ അവർ കുറച്ചൊന്ന് വിഷമിക്കും, പക്ഷേ ആ വിഷമം മാറും. പക്ഷേ ആ ഒരു ചെറിയ വിഷമം അവർക്ക് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ ചെയ്തത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വലിയൊരു തെറ്റല്ല ചെയ്തത്, വലിയ ഒരു തെറ്റല്ല ചെയ്തിട്ടുള്ളത്. എന്നാൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ലക്ഷ്യം സഹോദരന്മാരെ പ്രയാസപ്പെടുത്തുക എന്നതുമല്ല, ബെന്യാമീനിനെ തൻ്റെ കൂടെ കിട്ടുക എന്നുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഒരു തെറ്റായി കാണാൻ കഴിയില്ല. എന്നിരുന്നാൽ പോലും മുഹമ്മദ് ബിൻ ജരീർ ഉത്തബരി ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, ഫബദഅ ബി ഔഇയതിഹിം ഖബ്ല വിആഇ അഖി, സഹോദരൻ്റെ പാത്രം പരിശോധിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരുടെ ഭാണ്ഡം പരിശോധിച്ച് തുടങ്ങിയപ്പോൾ ഓരോന്നും നോക്കുമ്പോഴും ദുകിറ ലനാ അന്നഹു കാന ലാ യൻദുറു ഫീ വിആഇൻ ഇല്ല അസ്തഗ്ഫറല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ്. കാരണം നിങ്ങൾ മോഷ്ടാക്കളാണ് എന്ന് പറയുന്നു, അവരുടെ ഓരോരുത്തരുടെയും ഭാണ്ഡങ്ങൾ പരിശോധിക്കുന്നു. സത്യത്തിൽ അവരാരും എടുത്തു വെച്ചിട്ടില്ല, മറിച്ച് സഹോദരൻ്റെ ബാഗിലാണതുള്ളത് എന്നറിയാം, ആ ബാഗിൽ താനാണ് വെച്ചത് എന്നും അറിയാം. എന്നിട്ടും ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹം അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ നിലക്ക് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് തഫ്സീറുകളിൽ കാണുന്നു. അല്ലാഹു തബാറക വ തആല അഅലം. വഖൗലുഹു കദാലിക കിദ്നാ ലിയൂസുഫ്, അപ്രകാരം നാം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വേണ്ടി തന്ത്രം ചെയ്തു, ഉപായം കാണിച്ചു കൊടുത്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനെ സംബന്ധിച്ച് ഇബ്നു ജരീർ ഉത്തബരി റഹിമഹുല്ലാഹ് പറയുന്നത്, ഹാകദാ സനഅനാ ലിയൂസുഫ, ഇത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വേണ്ടി നാം ചെയ്തതാണ്, റഹ്മാനായ റബ്ബിൻ്റെ തന്ത്രമാണ്. ഹത്താ യുഖല്ലിസ അഖാഹു ലി അബീഹി വ ഉമ്മിഹി മിൻ ഇഖ്വതിഹി ലി അബീഹി, തൻ്റെ സഹോദരനെ വിട്ടുകിട്ടാൻ വേണ്ടി, തൻ്റെ കൂടെ കിട്ടാൻ വേണ്ടി റബ്ബ് ചെയ്തു കൊടുത്തതാണ്. കാരണം അത്രയും സുദീർഘമായൊരു വർഷം പൊട്ടക്കിണറ്റിൽ വീണു, അതിനുശേഷം ഒരുപാട് കാലം ജയിലിൽ കിടന്നു. അങ്ങനെയൊക്കെ ഒരു വിദൂരമായ ഒരു നാട്ടിൽ കുടുംബത്തിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, അവിടെ തൻ്റെ സഹോദരനെ കാണുമ്പോൾ മനസ്സിലുണ്ടാകുന്ന അതിയായ സന്തോഷം. പക്ഷേ ഭാണ്ഡക്കെട്ടുമായി അവർ തിരിച്ചു പോകുന്നതോടുകൂടി നൈമിഷികമായൊരു സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വല്ലാത്ത സങ്കടമായി. തൻ്റെ സഹോദരനെ വിട്ടുകൊടുക്കാൻ അദ്ദേഹത്തിന് പ്രയാസം തോന്നി. ആ പ്രയാസം റഹ്മാനായ റബ്ബ് കണ്ടു.
റഹ്മാനായ റബ്ബ് കണ്ടു. അതുകൊണ്ട് യൂസുഫ് നബിയുടെ മനസ്സിന് സന്തോഷമുണ്ടാകാൻ വേണ്ടി അദ്ദേഹം അനുഭവിച്ച പരീക്ഷണങ്ങൾക്ക് പകരമായി റഹ്മാനായ റബ്ബ് നൽകിയതാണിത്. ഈ തന്ത്രങ്ങളെല്ലാം പടച്ച റബ്ബിലേക്കാണ് അള്ളാഹു പറഞ്ഞത്. കദാലിക കിദ്നാ ലി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമക്ക് വേണ്ടി നാം അപ്രകാരം ചെയ്തതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ശേഷം പറയുന്നത് മാ കാന ലിയഖുദ അഖാഹു ഫീ ദീനിൽ മലികി ഇല്ലാ അൻ യശാ അല്ലാഹ്. ആ നാട്ടിലെ നിയമമനുസരിച്ച് ചെയ്യാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ അതിന് അനുവാദമില്ല. അതുകൊണ്ട് തന്നെ അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. ആ നാട്ടിൽ അതാണ് നിയമമെന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു, മനസ്സിലാക്കി കൊടുത്തു. അല്ലെങ്കിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നേരത്തെ അത് അറിഞ്ഞിരുന്നു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മശീഅത്ത് പ്രകാരം, റബ്ബിൻ്റെ തീരുമാനപ്രകാരം, അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം. ഇല്ലാ അൻ യശാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ മശീഅത്തായിരുന്നു. അവിടെയും നമ്മൾ ചിന്തിക്കരുത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്തിനങ്ങനെ ചെയ്തു എന്ന് ചിന്തിക്കരുത്. അള്ളാഹുവിൻ്റെ മശീഅത്താണ്, അള്ളാഹുവിൻ്റെ തന്ത്രമാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വേണ്ടി അത് നടപ്പിലാക്കപ്പെട്ടു എന്ന് മാത്രം. അതുകൊണ്ടാണ് ഉടനെ തന്നെ പറഞ്ഞതെന്ത്, നർഫഉ ദറജാതിൻ മൻ നശാ, നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം ദറജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. അവിടെ ദറജ താഴ്ന്നു എന്നല്ല പറഞ്ഞത്, ദറജ വർദ്ധിച്ചു എന്നാണ് പറഞ്ഞത്. കാരണം അത്തരം ഇൽമ് ഉണ്ടായിരിക്കുക മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിക്ക് വേണ്ടി റഹ്മാനായ റബ്ബ് തന്നെ തന്ത്രമുണ്ടാക്കി ആ വ്യക്തിക്ക് മനസ്സിന് സമാധാനമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതൊക്കെ ഒരു വ്യക്തിയുടെ സ്ഥാനമാണ്, ഒരു വ്യക്തിയുടെ ദറജയാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹുവിൻ്റെ അടുത്തുള്ള ആദരവാണത്. അള്ളാഹു പറയാണ്, അത്തരം ആദരവുകൾ നാം ഉദ്ദേശിക്കുന്ന പ്രവാചകന്മാർക്ക്, വ്യക്തികൾക്ക് നൽകുന്നു. നർഫഉ ദറജാതിൻ മൻ നശാ. വേറെ ചില ഉലമാക്കൾ പറഞ്ഞു, അവിടെ ഉദ്ദേശിക്കുന്ന ദറജ എന്നുള്ളത് ഇൽമിൻ്റെ ദറജയാണ്, അറിവിൻ്റെ ദറജയാണ്. കാരണം ആ നാട്ടിലെ നിയമത്തെക്കുറിച്ച് അറിഞ്ഞതുകൊണ്ടാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അങ്ങനെ ഒരു തന്ത്രം മെനയാൻ സാധിച്ചത്. അവിടെ ഉലമാക്കൾ പറയുന്നത്, നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ വ്യത്യസ്ത രാഷ്ട്രങ്ങളെ സംബന്ധിച്ചും വ്യത്യസ്ത രാഷ്ട്രങ്ങളിലെ നിയമങ്ങളെ സംബന്ധിച്ചും മറ്റുമൊക്കെ മനസ്സിലാക്കി വെക്കുന്നതിൽ വിരോധമില്ല എന്ന് മാത്രമല്ല, അതൊക്കെ ഒരു നല്ല കാര്യമാണ്. നമുക്ക് ഉപകാരപ്രദമായ വിജ്ഞാനത്തെ ഇസ്ലാം അംഗീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാതിൻ, ഇൽമുള്ളവർക്കും ഈമാനുള്ളവർക്കും അള്ളാഹു ദറജകൾ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ പറയപ്പെട്ടിട്ടുള്ള ആ ദറജ ഇൽമിൻ്റെ ദറജയാണ്. നർഫഉ ദറജാതിൻ മൻ നശാ. അതുകൊണ്ടാണ് ഉടനെ തന്നെ ഇൽമിനെ കുറിച്ചാണ് പിന്നെ പറഞ്ഞത്. ഈ ആയത്ത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? വഫൗഖ കുല്ലി ദീ ഇൽമിൻ അലീം, ഓരോ ഇൽമുള്ള ആളുടെയും മേലെ അറിവുള്ള മറ്റൊരാളുണ്ടാകും. അതേതുവരെ ഉണ്ടാകും? ഉലമാക്കൾ പറഞ്ഞു. ഇബ്നു ജരീർ അത്തബരി അടക്കമുള്ള പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വഫൗഖ കുല്ലി ദീ ഇൽമിൻ അലീം ഖാല യകൂനു ഹാദാ അഅലമു മിൻ ഹാദാ. ഒരു വ്യക്തിക്ക് ഇൽമുണ്ടാകും, പക്ഷെ ആ വ്യക്തിയേക്കാൾ ഇൽമുള്ള മറ്റൊരാളുണ്ടാകും. അവസാനം വല്ലാഹു ഫൗഖ കുല്ലി ആലിമിൻ, എല്ലാ ആലിമിൻ്റെയും മേലെ ആരാണുള്ളത്? അള്ളാഹുവാണ്. വഫൗഖ കുല്ലി ദീ ഇൽമിൻ അലീം. അപ്പോൾ ചില അറിവ്, ഒരാൾക്കുള്ള അറിവ്, അതിനേക്കാൾ ശ്രേഷ്ഠകരമായ അറിവ് മറ്റൊരാളുടെ കയ്യിലുണ്ടാകും. വേറെ ആരുടെ കയ്യിലും ഇല്ലാത്തൊരറിവ് മൂന്നാമൻ്റെ കയ്യിലുണ്ടാകും. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഖിളർ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കലേക്ക് പോയത്, മൂസാ നബി റസൂലാണ്, ഖിളർ അലൈഹി സ്വലാത്തു വസ്സലാം നബിയല്ല, റസൂലല്ല, പ്രബലമായ അഭിപ്രായപ്രകാരം. എന്നിട്ടും ചില വിഷയങ്ങളിൽ അള്ളാഹു ഇൽമ് നൽകി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇൽമിൻ്റെ ദർജയിൽ വ്യത്യാസം ഉണ്ടാകും. ആരും പരിപൂർണരായ ആലിമീങ്ങളല്ല. അതുകൊണ്ടാണ് മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥങ്ങളിൽ, മുവത്ത പോലുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം, ഉലമാക്കളിൽ നിന്ന് ഞാൻ കേട്ടു, ഉലമാക്കളിൽ നിന്ന് ഞാൻ പഠിച്ചു, ഉലമാക്കളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ആകട്ടെ മദീന കണ്ട ആലിമീങ്ങളിൽ ഏറ്റവും വലിയ ആലിമാണ്. പക്ഷേ ആ അതേ ആലിമായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ആലിമീങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ചു, ഉലമാക്കളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി എന്ന് പറയാൻ ലജ്ജ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് എത്ര ഇൽമുള്ള ആൾക്കും മറ്റൊരാളിൽ നിന്ന് പഠിക്കാനുണ്ടാകും. ആ ഒരു വിനയവും താഴ്മയും എല്ലാവർക്കും ഉണ്ടാകണം എന്നതാണ്. ആ ഇൽമ് അവസാനിക്കുന്നതാകട്ടെ അള്ളാഹുവിലേക്കാണ്. ഇലൈഹി യൻതഹി, അള്ളാഹുവിലേക്കാണ്. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. ഈ എല്ലാം അറിയുക എന്നത് അള്ളാഹുവിൻ്റെ മാത്രം സിഫത്താണ്, സൃഷ്ടികൾക്കാർക്കുമില്ല. വയസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. വളരെ കുറഞ്ഞ ഇൽമു മാത്രമേ മൊത്തം മനുഷ്യർക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ.
ആദൻ നബി മുതൽക്ക് ലോകാവസാനം വരെയുള്ള മനുഷ്യർ, അതിൽ അമ്പിയാക്കളുണ്ട്, മുർസലീങ്ങളുണ്ട്, സാലിഹ്യങ്ങളുണ്ട്, എല്ലാവരുമുണ്ട്. പക്ഷേ അവരൊക്കെ ഉണ്ടെങ്കിലും നൽകപ്പെട്ട അറിവ് ഇല്ല ഖലീല, വളരെ കുറഞ്ഞ ഇൽമേ ഉള്ളൂ. അപ്പോൾ വഫൗഖ കുല്ലി ദി ഇൽമിൻ, എല്ലാ ഇൽമുള്ളവരുടെയും മേലെ ആരുണ്ട്? അല്ലാഹു ഉണ്ട്. അതിൽ നിന്നും മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കി തന്നു. റഹ്മാനായ റബ്ബിൻ്റെ ഇൽമിൻ്റെ അടിസ്ഥാനത്തിൽ, അള്ളാഹുവിൻ്റെ അറിവോടുകൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. അള്ളാഹുവാണ് അതിനുള്ള തന്ത്രം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വേണ്ടി ചെയ്തത്. റഹ്മാനായ റബ്ബ് അദ്ദേഹത്തിന് ദറജകൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്, കുറച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് തീർത്തും അവിടെ അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ഈ ആയത്തുകളിലൂടെ മനസ്സിലാകുന്നത്. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. ഇൻഷാ അള്ളാഹ് മറ്റു ഭാഗങ്ങൾ അടുത്ത ദർസിൽ വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമിനെ പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിവിൻ്റെ ഈ ഒരു മജ്ലിസിന് എല്ലാ നിലക്കുമുള്ള ബറക്കത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മാതാപിതാക്കളുടെയും ഇണകളുടെയും മക്കളുടെയും സുഹൃത്തുക്കളുടെയും കൂടെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.